ശരിയോ തെറ്റോ എനിക്കറിയില്ല. പക്ഷെ ആ WCCയിലുള്ള ആക്ട്രസസിനെ അങ്ങനെ അധികം ഒരു ഫിലിമിൽ കാണുന്നില്ല ഇപ്പോൾ. അത് പക്ഷെ അത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആക്ട്രസസ് ഇപ്പം KPS ലളിത, അതുപോലെ ഷീല മാം, ശ്രീമതി ഷീല, അതുപോലെ വളരെ സീനിയറുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരികയും പിന്നെ പറയുന്നത്. അഫ്കോഴ്സ് KPSC മാം അതിനെ എതിർത്താണ് സംസാരിക്കുന്നത്. പിന്നെ വേറൊന്ന് പുതിയതായിട്ട് എൻട്രി ചെയ്യുന്ന വളരെ ന്യൂ ഫേസസ് അവരും ഇതിലോട്ട് വരുന്നില്ല. എന്താണ് അതിന്റെ കാരണം എനിക്കറിയില്ല. ഇതൊരു അപ്രഖ്യാപിത വിലക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തെലുങ്കൻ ചേട്ടനും പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച്. സോ നമ്മളൊരു ഒരു സംഭവം ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണല്ലോ പ്രശ്നം. അത് ചോദിക്കാണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും എളുപ്പം. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും എളുപ്പം ഇവിടെ ഒന്നും ചോദിക്കാതെ നമ്മൾ നമ്മുടെ പണി മാത്രം എടുക്കുകയാണെങ്കിൽ ആർക്കും ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ലളിതാമ്മയുടെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് അവരിവിടെ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അവരെഴുതിയിട്ടുള്ളതാണ്, പ്രിന്റഡ് ബുക്കുള്ളതാണ്. അവരാണ് പിന്നെയും പറയുന്നത് ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഐ ഫീൽ ദർ ഇസ് എ കൾച്ചർ ഓഫ് ഫിയർ, where every time you speak up you will be punished എന്നുള്ളൊരു കൾച്ചർ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ഐ തിങ്ക് അതൊരു തിലകൻ ചേട്ടനൊക്കെ സംസാരിച്ചൊരു സമയത്ത് അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ബിക്കോസ് നമ്മളൊരു ഭയങ്കര ഡിജിറ്റൽ ഇന്റർനെറ്റ് ഏരിയയിലാണ് ജീവിക്കുന്നത്. ഇന്ന് ഇപ്പോ WCCയിലുള്ള ഗീതു, അഞ്ജലി മേനൻ, രേവത് ചേച്ചി, there are at least 4 to 5 new directors in WCC alone. So we are making our own films. We are making our own, we're figuring out our own workspace and job opportunities. പണ്ട് സിനിമ എടുത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് വന്നിട്ട് അതൊരു ഡിജിറ്റൽ, നമ്മൾ സാറ്റലൈറ്റ് റൈറ്റ്സ് കൊടുത്ത് നിങ്ങൾ TV-യിൽ കണ്ടു തുടങ്ങിയ ഒരു സ്പേസ് വന്നത്. ഇന്ന് യു ഹാവ് ഡിജിറ്റൽ, എവറിബഡി ഈസ് ഹുക്ക്ഡ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ഇവരാരും ഇല്ലെങ്കിലും നമുക്ക് ജോലി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് നമുക്കുണ്ട്. അപ്പൊ ഇനി ആ ഒരു കൾച്ചർ ഓഫ് ഫിയർ നിലനിർത്തി കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും ഏറ്റവും എളുപ്പം മിണ്ടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഏറ്റവും നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ബട്ട് ഐ തിങ്ക് നമുക്ക് രാത്രി പോയി കിടന്ന് ഉറങ്ങണമെങ്കിൽ ചിലപ്പോ ആഫ്റ്റർ എ പോയിന്റ് ഐ തിങ്ക് വി ഹാവ് ടു സ്പീക്ക് അവർ മൈൻഡ്സ്. ആ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് തോന്നുന്നത് ഞങ്ങൾ കുറച്ചുപേര് സംസാരിക്കേണ്ടി വന്നു. ആൻഡ് ദർ വാസ് നോ ഗോയിങ് ബാക്ക്. മുന്നോട്ട് പോയേ പറ്റൂ എന്ന് അത്രയും ഉറപ്പുണ്ടായിരുന്നു. വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിനിമയാണല്ലോ, നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ സിനിമയ്ക്ക് ഭയങ്കര വലിയ സ്ട്രെങ്താണ്, വലിയ പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ ഇതുപോലത്തെ മക്കളാണ് നമ്മൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഞാൻ അതുകൊണ്ടാണ് ഈ കോൺവെർസേഷൻസും ഡിസ്കഷൻസും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നല്ലതിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവോത്ഥാന നായകരും നായികമാരും ഉണ്ടാക്കി തന്ന സ്പേസിൽ നിന്നിട്ടാണ് നമ്മൾ വളരെ പ്രൗഡായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അവര് നമുക്ക് ഉണ്ടാക്കി തന്ന പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ്. ഐ തിങ്ക് ദിസ് ഇസ് our time to build a platform for people like her, to tell her it is okay to stand up and speak. ഫിയറും അവർ മിണ്ടാതിരിക്കാനും ഒക്കെ പറയാൻ നോക്കുമായിരിക്കും. അവർ എന്ത് ചെയ്താലും എഴുന്നേറ്റ് നിന്ന് കൃത്യമായി സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കുക തന്നെ വേണം എന്ന് നമ്മൾ ബൈ എക്സാമ്പിൾ ലീഡ് ചെയ്യേണ്ട സമയമായി.